കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ച വിഹിതം പുനഃസ്ഥാപിച്ചാൽ കേരളത്തിലെ ക്ഷേമ പെൻഷനുകളുടെ തുക വർദ്ധിപ്പിക്കുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. 5 മാസമായി ക്ഷേമ പെൻഷൻ നൽകുന്നില്ല എന്ന പ്രതിപക്ഷ ആരോപണം വസ്തുതാവിരുദ്ധമാണെന്നും ധനമന്ത്രി പറഞ്ഞു. ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങിയെന്നാരോപിച്ചു കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകുന്നതിന് പെൻഷൻ ഫണ്ട് കമ്പനി രൂപീകരിച്ചിരുന്നു. ഈ കമ്പനിയുടെ കടം സംസ്ഥാനത്തിന്റെ പൊതുകടമായി കേന്ദ്രം മാറ്റിയതാണ് കാര്യങ്ങൾ താളം തെറ്റിച്ചത്. ക്ഷേമ പെൻഷൻ ഉയർത്തുക എന്നതാണ് സർക്കാരിന്റെ നിലപാട്. അതിൽ ഒരു മാറ്റവുമില്ലെന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ വ്യക്തമാക്കി. ഈ 57,400 കോടി രൂപ നമുക്ക് അർഹമായത് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ LDF മാനിഫെസ്റ്റോയിൽ പറഞ്ഞ തരത്തിലേക്ക് ഗവൺമെന്റ് കാലത്ത് ആ 2,500 ആക്കും. യാതൊരു സംശയമില്ല, ആക്കാൻ പറ്റും. ഞങ്ങൾക്ക് അതിനകത്ത് ആ സാമ്പത്തിക കാര്യത്തിൽ യാതൊരു സംശയമില്ല. 57,400 കോടി ഒരു വർഷം വെട്ടിയിട്ടും നിങ്ങളിതെല്ലാം നിന്നുപോകും, പെൻഷൻ നിന്നുപോകും, അടഞ്ഞു പോകും എന്ന് പറഞ്ഞിട്ടൊന്നും അടഞ്ഞു പോയില്ലല്ലോ. ചക്കിട്ടപ്പാറയിലെ ജോസഫിന്റെ ആത്മഹത്യ ഉയർത്തിക്കാട്ടി സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ 5 മാസമായി മുടങ്ങിക്കിടക്കുന്നു എന്നതായിരുന്നു പ്രതിപക്ഷം ആരോപിച്ചത്. പ്രതിപക്ഷത്തിന്റെ ആരോപണം വസ്തുതാവിരുദ്ധമെന്ന് കണക്കുകൾ നിരത്തി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ വിശദീകരിച്ചു. നവംബർ മാസത്തിൽ അദ്ദേഹം പെൻഷൻ വാങ്ങിയിട്ടുണ്ട്, ഡിസംബർ മാസത്തിൽ അദ്ദേഹം പെൻഷൻ വാങ്ങിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ആ പെൻഷൻ കഴിഞ്ഞ് അടുത്തൊരു പെൻഷൻ ഡ്യൂ ആവുന്ന സമയം പോലും ആയിട്ടില്ല. അപ്പൊ അങ്ങനൊരു കാര്യമാകുമ്പോൾ അടിസ്ഥാനരഹിതമാണ്.